അങ്കമാലി സബ് ഇൻസ്പെക്ടർ അകാരണമായി മർദ്ദിച്ചുവെന്ന ആരോപണവുമായി ഓട്ടോ ഡ്രൈവർ രംഗത്ത്. അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാറിന് എതിരെയാണ് ഓട്ടോ ഡ്രൈവറായ സിബീഷിന്റെ ആരോപണം. കഴുത്തിലിടിക്കുകയും കാലിൽ ബൂട്ടിട്ട് ചവിട്ടി ഞെരിച്ചുവെന്നും സിബീഷ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾക്കായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ അന്ന് സ്റ്റേഷനിലെത്തിയ മറ്റ് വ്യക്തികളുടെ സ്വകാര്യത മാനിച്ച് ദൃശ്യങ്ങൾ നൽകാനാകില്ലെന്നായിരുന്നു മറുപടി. ഞാൻ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പേടിയാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെയാണല്ലോ. പപ്പ വാ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വളരെ ഇതിലാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനവും അതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ പോലീസിൽ നിന്നും നേരിട്ട മർദ്ദനത്തിൻ്റെയും അധിക്ഷേപങ്ങളുടെയും കഥകളുമായി പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ അങ്കമാലിയിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഏറ്റവും ഒടുവിലായി ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ചെറിയ സംഘർഷത്തെ തുടർന്ന് എന്നെ അതിലൊരാൾ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ച് വരുത്തണേ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരോട് കാര്യങ്ങൾ തിരക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ SI പ്രദീപ് കുമാർ പെട്ടെന്ന് ചാടി ഇട്ടിട്ട് നീ അങ്ങനെ പോകലേടാ എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് ഷർട്ടിന് പിടിച്ചിരിക്കുകയും പുള്ളിയുടെ മുഷ്ടി ചുരുട്ടി നെഞ്ചോട് ചുമരുമ ചേർത്ത് തന്നെ അമർത്തി. അത് കഴിഞ്ഞിട്ട് കഴുത്തിനോട് ശക്തമായിട്ട് ഇടിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് അകത്ത് കൊണ്ടുവരുത്തി. എന്നിട്ട് മറ്റു 2 വ്യക്തികളോട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറഞ്ഞു. ഏകദേശം ഒരു 1.5 മണിക്കൂർ എൻ്റെ സ്റ്റേഷനിൽ അവിടെ ഇരുത്തിയതിന് ശേഷം പുള്ളി ഇറങ്ങി വേട തെണ്ടിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിക്കായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പുള്ളി ആ സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് എൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ പുള്ളിക്ക് വേണമെന്ന രീതിയിൽ വളരെ അസഭ്യമായ രീതിയിൽ നമുക്കൊരു ഒരാണെന്ന രീതിയിൽ കേടുക്കാൻ പറ്റാത്ത അരക്കണ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുണ്ടായി. ഇതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കാലുമ്മ ശക്തമായിട്ട് പുള്ളി ബൂട്ടിട്ട് ചവിട്ടി തിരുമ്മി നെഞ്ചത്ത് ആഞ്ഞടിക്കുകയായിരുന്നു. എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോയി. തുടർന്ന് ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കാല് വേദനയും കഴുത്ത് വേദന എടുത്ത് കഴിയുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ അങ്കമാലി പോയി ചികിത്സ നേടി. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡോക്ടർ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരി ഡോക്ടർ മാഡം പറഞ്ഞു നേരെ പോയി ഇതിൻ്റെ സ്കാനും എക്സ്റേ എടുത്ത് നോക്കണം. തുടർന്ന് ഞാൻ എൻ്റെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരിക, ഇതിൻ്റെ സത്യം തെളിയിക്കുക എന്നുള്ള എൻ്റെ ബാധ്യതയാണ്. അതിനുവേണ്ടി അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിവരാവകാശ നിയമപ്രകാരം വെച്ചിട്ട് 30 ദിവസം എത്താറായപ്പോഴെങ്കിൽ അതിൻ്റെ മറുപടി വന്നത്. മറുപടിയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന മറ്റു വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഒരു കടന്നുകയറ്റാവും ഈ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനമൊക്കെ സുതാര്യമായിരിക്കണമെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്ത് സ്വകാര്യതയെന്ന് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തുടർന്ന് ഞാൻ കോടതിയെ സമീപിക്കുകയായിരിക്കുകയാണ്. ആലുവ നർക്കോട്ടിക് ഡിവൈഎസ്പിക്ക് അതിൻ്റെ അന്വേഷണ ചുമതലയുണ്ട്. ആ ഒരു കേസ് പരാതി കൊടുത്തതിൽ അതിൽ തുടർ നടപടി എന്തെങ്കിലും ഉണ്ടായി? വേറെ ഒന്നും എനിക്ക് അറിവില്ല. ഇനിയിപ്പോൾ അവിടെ അറിയണമെങ്കിൽ നേരിട്ട് നമ്മൾ ചോദിക്കുകയോ വിവരാശം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അങ്കമാലി SIയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസുകാർ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അറിയുന്ന ആളുകൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം പണം വാഗ്ദാനം ചെയ്യാം, നീ പറയണ രീതിയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു പണത്തിന് വേണ്ടി ചെയ്ത കേസല്ല. എന്താ വെച്ചാൽ നിരപരാധിയെ എന്നെ തല്ലിയത് എന്താണെന്ന് എനിക്കറിയണം. അകാരണമായാണ് തന്നെ മർദ്ദിച്ചത്. മർദ്ദിക്കുക മാത്രമല്ല, കേട്ടാൽ അറയ്ക്കുന്ന വിധം അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് സിബീഷ് ആരോപിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരണം. CCTV ഉൾപ്പെടെയുള്ളവ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സിബീഷ്. ബിനു തോമസിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.